നമ്മൾ സാധാരണ ക്ഷേത്ര പ്രതിഷ്ഠ ഒരു ഗ്രാമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ലോകത്തിന് മുഴുവൻ ഐശ്വര്യത്തിനാണ് ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് സങ്കല്പിക്കുന്നതല്ല, ലോകത്തിന് മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ ആ പ്രദേശവാസികളുടെ നന്മയ്ക്കും ശുഭത്വത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിഷ്ഠ നടത്താറുള്ളത്. പക്ഷേ ഒരു ഗൃഹനാഥ വിളക്ക് തെളിക്കുമ്പോൾ, നിലവിളക്ക് തെളിക്കുമ്പോൾ വാസ്തവത്തെ ആ ക്ഷേത്ര തത്വം തന്നെയാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ നിലവിളക്കിലും കൊണ്ടുവരുന്നത്. നമ്മൾ ആ ശ്രീകോവിലിൻ്റെ സ്ഥാനത്ത് ആ നിലവിളക്കിനെ കാണുന്നു. ആ ശ്രീകോവിലിൽ വിഗ്രഹമുണ്ട്, ആ വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആ തിരിയെ കാണുന്നു. അതിലൊഴിക്കുന്ന എണ്ണ, നമ്മുടെ ക്ഷേത്ര ചൈതന്യം നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്ന മന്ത്രതന്ത്രാദി ക്രിയകൾ, അർച്ചന, പൂജ, നാമജപം തുടങ്ങിയ ക്രിയകൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഭക്തജനങ്ങളുടെയും പൂജാരിയുടെ എല്ലാം ആരാധന കൊണ്ടാണ് അവിടെ ചൈതന്യം കൂടുതലായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ ആ ക്രിയകൾ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്ന മന്ത്ര പ്രാർത്ഥന അതെല്ലാം ഈ എണ്ണ സൂചിപ്പിക്കും. അതുകൂടാതെ നാളമുണ്ട്, ദീപനാളമുണ്ട്. അത് ശരിക്കും ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യമാണ്. വിഗ്രഹത്തിലെ ചൈതന്യത്തിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ നിലവിളക്കിലെ ദീപനാളം നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഒരു ഗൃഹനാഥ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ വളരെ ലളിതമായൊരു ക്രിയ, വളരെ ചെറിയൊരു ക്രിയ, ഒരു മന്ത്രം ജപിച്ചു ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു. ആ ക്രിയയിൽ സംഭവിക്കുന്ന വാസ്തവത്തിൽ ഒരു തന്ത്രി പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഒരു വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് സമാനമാണ്. ഇവിടെ നമ്മൾ പ്രാണപ്രതിഷ്ഠയൊന്നും ചെയ്യുന്നില്ല, അതൊന്നും പേടിക്കേണ്ട. പ്രാണപ്രതിഷ്ഠ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നു, മന്ത്രം ജപിക്കുന്നു. അതുകൊണ്ട് ദേവതാ സാന്നിധ്യം തൽക്കാലത്തേക്ക് ആ ദീപത്തിലുണ്ടാകുന്നു. അപ്പം നമ്മളവിടെ ദേവതാ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വേണം നമ്മൾ മന്ത്രം ജപിച്ചൊക്കെ വിളക്ക് കത്തിക്കാൻ. വിളക്കും കത്തിച്ച് വെച്ചിട്ട് നമ്മൾ പോയി TV കണ്ടുകൊണ്ടിരുന്നാൽ പോരാ. വാസ്തവത്തിൽ നമ്മുടെ ഒരു വീട്ടിൽ അതിഥി വരുമ്പോൾ നമ്മൾ അതിഥി അവിടെ ഇരുത്തി വെച്ച് നമ്മൾ പോയി TV കണ്ടുകൊണ്ടിരുന്നാൽ അതിഥിക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദേവതയെ വിളിച്ചു വരുത്തുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി മന്ത്രയോടുകൂടി വിളക്ക് കത്തിക്കുമ്പോൾ നമ്മളവിടെ ദേവതയെ വിളിച്ചു വരുത്തുകയാണ്. അല്പസമയമെങ്കിലും നമ്മൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു 10 മന്ത്രം ജപിക്കാനോ 10 നാമം ജപിക്കാനോ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് നാമജപമെല്ലാം പൂർത്തിയാക്കി നമ്മുടെ ആരാധന എല്ലാം പൂർത്തിയാക്കി ശേഷം വിളക്ക് അണച്ചിട്ട് പോകുക എന്നുള്ളതാണ് പഴയ ആചാരം. എന്നുവെച്ചാൽ വിളക്ക് കത്തി നിൽക്കുന്ന അത്രയും സമയം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആരാധന അവിടെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും പണ്ടത്തെ രീതി. നമ്മളിന്ന് അതൊന്നും പലരും ചെയ്യാറില്ല. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന ഒരു ആചാരം ഉള്ളതുകൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നു. കുറേ കഴിയുമ്പോൾ വിളക്ക് ഒന്നീ കരുതിരി കത്തുന്നു, അല്ലെ നമ്മൾ പോയി അണയ്ക്കുന്നു. പറ്റുന്നുവെങ്കിൽ നമ്മൾ അല്പസമയമെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും നാമം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ വാങ്ങുക. അതിഥിയോട് പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അവിടെ ദേവതാ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ബോധത്തോടുകൂടിയല്ല നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ആ ബോധം അവിടെ ഉണ്ടാകണം. ആ ബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം അവിടെ ഉണ്ടാവും. നമ്മൾ ആ നാമം ജയിക്കുമ്പോൾ ഈ ബോധത്തോടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നമുക്ക് ഉണ്ടായേ മതിയാവുള്ളൂ. ഒരു കർമ്മം ശരിയായി ചെയ്താൽ അതിന് ഫലം കിട്ടാതിരിക്കാൻ സാധ്യമല്ല. എന്ത് കർമ്മമായിക്കൊള്ളട്ടെ, അത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണ്, ശരിയായ സങ്കല്പത്തോട് ചെയ്യണമെങ്കിൽ അതിന് ഫലം വന്നേ മതിയാവുള്ളൂ. നമ്മൾ സ്വയം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മളിലല്ലാതെ വേറെ എവിടെയും പോയി ചേരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ 100% ഫലം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫലങ്ങളൊന്നും വഴിപാട് കഴിച്ചതുകൊണ്ടോ നമ്മുടെ ഓൺലൈനിൽ പ്രസാദം വരുത്തിയത് കൊണ്ടോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എത്രത്തോളം അതിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുന്നു, ഭക്തിയോടുകൂടി ചെയ്യുന്നു, വിശ്വാസത്തോടുകൂടി ചെയ്യുന്നു, ബോധത്തോടുകൂടി ചെയ്യുന്നു, അതനുസരിച്ചുള്ള സദ്ഫലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. പണ്ട് കാലത്ത് നമുക്ക് വൈദിക ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന കാലത്ത് പ്രധാനമായിട്ടും ഹോമങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ ആ ഹോമകുണ്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ നിലവിളക്കെന്ന് പറയുന്നത്. പണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ ഹോമം ചെയ്യാൻ പാടുള്ളൂ, യജ്ഞം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അനാചാരങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൽ വന്നു ചേർന്നിരുന്നു. പക്ഷേ ആ കാലത്തും ബ്രാഹ്മണർക്ക് മാത്രമേ ഹോമം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിധിച്ചിരുന്ന കാലത്തും മറ്റുള്ള എല്ലാ വർഗ്ഗക്കാർക്കും വേണ്ടിയിട്ട്, എല്ലാ വർണ്ണാശ്രമികൾക്കും വേണ്ടിയിട്ട് സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഉൾപ്പെടുന്ന പ്രത്യേകം പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് തന്ത്രശാസ്ത്രം തന്നെ ഭാരതത്തിൽ ഉടലെടുത്തത്. ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിലെ അധികാരിയായിട്ട് പറയുന്നത് ബ്രാഹ്മണൻ ഒഴിച്ചുള്ള എല്ലാവരെയാണ്. ബ്രാഹ്മണൻ ഒഴിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ തന്ത്രശാസ്ത്രം എന്ന്. തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നിലവിളക്കും പൂജകളും ഒക്കെ പ്രധാനമായിട്ട് പിന്നീട് വികസിപ്പിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു വൈദികൻ ചെയ്യുന്ന ഹോമത്തിന് സമാനമായൊരു ക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഹോമത്തിന് നമുക്കൊരു ഹോമകുണ്ടം വേണം എന്തായാലും. ആ ഹോമകുണ്ടത്തിന് സ്ഥാനമാണ് നമ്മുടെ നിലവിളക്കിനുള്ളത്.
ആ ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഇന്ധനം വേണം. സാധാരണ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ആജ്യാഹൂതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് ഒഴിച്ചാണ് ഹോമകുണ്ഡം കത്തിക്കാറുള്ളത്. അപ്പോൾ ആ നെയ്യുടെ സ്ഥാനത്താണ് നമ്മൾ വിളക്കിലൊഴിക്കുന്ന നെയ്യ് അല്ലെങ്കിൽ എണ്ണ. നമ്മൾ നെയ്വിളക്ക് തെളിക്കാറുണ്ടല്ലോ, ആ നെയ്വിളക്ക് തെളിക്കുമ്പോൾ ഒരു ഹോമകുണ്ഡത്തിൽ നെയ്യ് ഒഴിക്കുന്നതിന് സമാനമായ ക്രിയയാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മളവിടെ ചെയ്യുന്നത് ആ ദീപനാളം, അത് തന്നെയാണ് ഹോമാഗ്നി എന്ന് പറയുന്നത്. ആ ഹോമാഗ്നിയിൽ നെയ്യ് ഒഴിച്ച് മന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്. മന്ത്രം ജപിക്കാറുണ്ട്. അതേപോലെ തന്നെ വൈദിക സ്തുതികൾ, സ്തോത്രങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. സാമഗാനങ്ങളൊക്കെ വേദ വൈദിക യജ്ഞങ്ങളുടെ ഭാഗമാണ്. ആ സാമഗാനം പാടണമെന്നാണ്, സാമഗാനത്തിൻ്റെ വക്താവ് അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് ഒരു വൈദിക യജ്ഞം നടക്കുമ്പോൾ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? മന്ത്രം ജപിക്കുന്നു. അവിടെ ഇറുക്കിന് വരെ നമ്മളിവിടെ മന്ത്രം ജപിക്കുന്നു. അവിടെ സാമഗാനം ആലപിക്കുന്നവരെ നമ്മളിവിടെ അറിയാവുന്ന പ്രാർത്ഥന ഗീതങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മന്ത്രജപത്തോടുകൂടി നമ്മളൊരു ദീപം തെളിക്കുമ്പോൾ അവിടെ ഒരു വൈദിക ക്രിയ തന്നെയാണ് നടക്കുന്നത്. ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന അതേ ക്രിയ വളരെ ലഘുവായിട്ട് നമ്മുടെ കൊച്ചു വീട്ടിനകത്ത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊരു മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു ദീപം തെളിക്കുന്നു. ഇഷ്ടദേവൻ്റെ മന്ത്രം ജപിക്കാം. പക്ഷേ ദീപത്തിനൊരു പ്രത്യേകതയുള്ളത്, ദീപത്തിൽ നമുക്ക് ഏത് ദേവതയെ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. ഒരേ സമയം 5-6 കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുകയാണെന്നിരിക്കട്ടെ. ഒരാളുടെ ഇഷ്ടദേവത അയ്യപ്പനായിരിക്കും, മറ്റൊരാളുടെ ഇഷ്ടദേവത കൃഷ്ണനായിരിക്കും, ഒരാൾ ദേവി ഉപാസനായിരിക്കും. അപ്പോൾ നമ്മളവിടെ നിലവിളക്ക് തെളിച്ച് വെച്ചിരിക്കുന്നു. അപ്പം അയ്യപ്പനെ ഇഷ്ടമുള്ള വ്യക്തി ആ ദീപനാളത്തിൽ അയ്യപ്പൻ്റെ ജ്യോതിർമയമായ രൂപം ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നാമം ജപിക്കാൻ പൂജ ചെയ്യാം. മറ്റൊരു വ്യക്തിക്ക് അതേ ദീപനാളത്തിൽ ദേവിയുടെ രൂപം സങ്കല്പിച്ചുകൊണ്ട്, ദേവിയുടെ ജ്യോതിർമയമായ രൂപം സങ്കല്പിച്ചുകൊണ്ട്, ജ്യോതിർമയമായ രൂപം സങ്കല്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രതീകമാണ് ദീപം എന്ന് പറയുന്നത്. അത് സ്വയം ജ്യോതിർമയമായതുകൊണ്ട് നമുക്കതിൽ ജ്യോതിർമയ ഒരു ദേവതാരൂപം സങ്കല്പിക്കാൻ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യാം. മറ്റൊരാൾക്ക് അവരുടെ ഇഷ്ടദേവൻ്റെ രൂപം അതേസമയം തന്നെ അവിടെ സങ്കല്പിച്ച് പൂജ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ സങ്കല്പിക്കാൻ ഒരു ദീപനാളം മതിയാവും നമുക്ക്. അപ്പോൾ അതേപോലെ ഒന്നാണ് അവിടെ ഗുരുവിനെ സങ്കല്പിച്ച് നമ്മൾ പൂജ ചെയ്യുമ്പോഴും സംഭവിക്കും. ഗുരുവിനെ നമ്മൾ സർവ്വദേവതാ സ്വരൂപം എന്നാണ് പറയുക. സർവ്വദേവതകളും ഗുരുവിൽ അടങ്ങിയിരിക്കും. അപ്പോൾ ആ സർവ്വദേവതാ സ്വരൂപമായ ഗുരുവിനെ സങ്കല്പിച്ച് ഗുരുവിൻ്റെ മന്ത്രം ജപിച്ച് ദീപം തെളിക്കുന്നതിന് കുറച്ചുകൂടി ഒരു ശ്രേഷ്ഠത കൽപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് കർമ്മം ആരംഭിക്കുമ്പോഴും ആദ്യം ഗുരുസ്മരണയോടുകൂടി ചെയ്യണമെന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ നിലവിളക്ക് തെളിക്കുക എന്നുള്ള കർമ്മമാണല്ലോ നമ്മൾ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ കർമ്മം. അപ്പോൾ ആദ്യത്തെ കർമ്മം ആരംഭിക്കുന്നത് തന്നെ ഗുരുസ്മരണയോടുകൂടി ഗുരുമന്ത്രത്തോടു കൂടി ആകുമ്പോൾ അതാദ്യം ഗുരുവിനെ വണങ്ങണം എന്നുള്ള നമ്മുടെ പാരമ്പര്യത്തിനെ കൂടെ അനുസരിക്കുകയാണ്. മാത്രമല്ല ഗുരു എന്താണ് ചെയ്യുന്നത്? ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അന്ധകാരം എന്നാണ്. രു എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യാനാണ്. ഇപ്പോൾ ഗുരു നമ്മുടെ അന്ധകാരം, ഉള്ളിലെ അന്ധകാരം നീക്കുന്ന ആളാണ് ഗുരു. ഉള്ളിലെ അന്ധകാരം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത്. ആ ബോധത്തോടുകൂടിയാണല്ലോ നിലവിളക്ക് കത്തിക്കേണ്ടത്. അപ്പോൾ ആ ഉള്ളിലെ അന്ധകാരം മാറാൻ വേണ്ടിയിട്ട് എപ്രകാരമാണോ ഗുരു നമുക്ക് ജ്ഞാനോപദേശം തരുന്നത്, അതേപോലെ ഇവിടെ ആ ദീപം തെളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദീപം തെളിക്കുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും ഉത്തമമായ ഉചിതമായ മന്ത്രം ഗുരുവിൻ്റെ മന്ത്രം തന്നെയാണ്. ബാഹ്യമായിട്ടുള്ള ഇരുട്ടിനെ എങ്ങനെ ദീപം മാറ്റുന്നു, അതുപോലെ ഗുരു നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്.